ഹലോ, നമുക്കേ ഇന്നൊരു ബ്രൈഡൽ ഷോപ്പിങ്ങിന് പോയാലോ? ആക്ച്വലി നമ്മുടെ കണിയാപുരത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ഗ്ലാമപ്പ് ബൈ ഷഹന ഫൈസി. ഷഹന ഫൈസി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി സൂപ്പർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. പുള്ളിക്കാരിയുടെ മേക്കപ്പ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. സോ പുള്ളിക്കാരുടെ തന്നെ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു ഗ്ലാമപ്പ് ബൈ ഷഹന ഫൈസി. ഇത് പറയുമ്പോൾ നമ്മുടെ ബ്രൈഡൽ വെയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഇവിടെ കിട്ടും. മേക്കപ്പിൻ്റെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മുടെ ബ്രൈഡൽ വെയേഴ്സും പിന്നെ റെൻ്റൽ ജ്വൽസും അങ്ങനെ തുടങ്ങി ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. സോ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ഇവിടെ ചെന്നപ്പോൾ ആദ്യം എൻ്റെ കണ്ണിൽ ഇത് ഈ ഒരു ഡിസ്പ്ലേയിലുള്ള ഒരു ബ്രൈഡൽ വെയർ ആണ് കേട്ടോ വന്നത്. ഇതിൻ്റെ ആ ഒരു കളർ വന്നിട്ടും ആൻഡ് മാത്രമല്ല വർക്ക്സ് വന്നിട്ടും ഹെവി വർക്ക്സ് ആണ് ഇതിന് വരുന്നത്. ആൻഡ് ഫുൾ സ്റ്റോൺ വർക്ക്സ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ആൻഡ് അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ളയും ഒരുപാട് ലെഹങ്ക സെറ്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ ഒരു ലെഹങ്കയ്ക്ക് വന്നിട്ട് ഈ ഒരു നെറ്റ് ഷോളിൽ ഈ ബോത്ത് മിറർ ആൻഡ് സ്റ്റോൺ വർക്ക്സ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. അതും സൂപ്പർ ഡിസൈൻ ആയിരുന്നേ. അതിന് പുറമെ തന്നെ നമുക്ക് ഒരുപാട് റെൻ്റൽ ജ്വൽസും ഉണ്ട്. ആൻഡ് ബാലൻസ് ഇതാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള കളക്ഷൻസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് ഫുള്ള് സെമി സ്റ്റിച്ച്ഡ് ലെഹങ്കാസ് ആണ് കേട്ടോ. ആൻഡ് അതിന് പുറമെ തന്നെ പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളതാണ് ജ്വൽസ് എന്ന് പറയുമ്പോൾ റെൻ്റൽ ജ്വൽസ് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് കളക്ഷൻസ് ആണ് കേട്ടോ ഇതിലുള്ളത്. ഏത് ടൈപ്പ് ഓഫ് ജ്വൽസ് ആണ് നമ്മൾ നോക്കുന്നത് അതിനനുസരിച്ചുള്ള ജ്വല്ലറീസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അതും എല്ലാം റെൻറ്റിൽ തന്നെയാണ്. ആൻഡ് അതുമാത്രമല്ല നമുക്കിപ്പോൾ വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ജ്വൽസ് ആണ് നോക്കുന്നതെങ്കിലും ആ തരത്തിലും പിന്നെ ട്രഡീഷണൽ ആണെങ്കിൽ ആ രീതിയിലുള്ളതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതിലിത് ഈ വന്നിട്ട് അമേരിക്കൻ ഡയമണ്ട് കളക്ഷൻ ആണ് കേട്ടോ. ആൻഡ് ഈ ഒരു ജ്വല്ലറി സെറ്റ് വന്നിട്ട് കുന്തൻ ജ്വല്ലേഴ്സ് ആണ് കേട്ടോ. കുന്തൻ സ്റ്റോൺസിൻ്റെ വർക്ക് വരുന്ന ജ്വൽസ് ആണ് ഈ വരുന്നത്. ആൻഡ് ഇത് വന്നിട്ട് നമ്മുടെ വിക്ടോറിയ കളക്ഷൻസ് ആണ്. ഒരുപാട് ചോക്കേഴ്സും അതിന് പുറമെ തന്നെ ഹാരം ചെയിൻസും അങ്ങനെ ഒരുപാട് ഡിസൈൻസിലുള്ള റെൻ്റൽ ജ്വൽസ് ആണ് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് കുന്തൻ സ്റ്റോൺസ് വർക്ക് വരുന്ന വേറൊരു ഡിസൈനാണ് ഈ കാണിക്കുന്നത്. അഗെയിൻ വിക്ടോറിയ കളക്ഷൻസ് ആണ് കേട്ടോ ഇത്. ആൻഡ് ഇത് വന്നിട്ട് നമ്മുടെ അമേരിക്കൻ ഡയമണ്ട് തന്നെ വേറെ കളക്ഷൻസ് ആണ്. ആൻഡ് ഈ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ജ്വൽസിനോടൊപ്പം തന്നെ ഒരുപാട് ട്രഡീഷണൽ സ്റ്റൈലും ഉണ്ട്. പേൾ ഡിസൈനോട് കൂടി വന്നിട്ടുള്ള ട്രഡീഷണൽ ജ്വൽസ് ഉണ്ട്. അതിന് പുറമെ നോർമലി ടെമ്പിൾ ഡിസൈനോട് കൂടിയിട്ടുള്ള ട്രഡീഷണൽ ജ്വല്ലേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഓവറോൾ ഈ എല്ലാ റെൻ്റൽ ജ്വൽസിലും എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഗ്രീൻ സ്റ്റോണോട് കൂടി വന്നിട്ടുള്ള ഈ ഒരു വെസ്റ്റേൺ ഡിസൈനിലുള്ള ഈ ഒരു ഹാരമാലയും പിന്നെ ഈ ഒരു ജ്വല്ലറി സെറ്റാണ്. ആക്ച്വലി ഈ ഒരു ഗ്രീൻ സ്റ്റോൺ വരുമ്പോൾ അത് വേറെ ചെയ്യുമ്പോൾ ഒരു എലഗൻറ്റ് ലുക്കാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്രീൻ സ്റ്റോൺ വർക്ക് വരുന്ന എല്ലാ ജ്വൽസും. ആൻഡ് ഇത് വന്നിട്ട് കെം ജ്വല്ലേഴ്സ് കളക്ഷൻസ് ആണ് കേട്ടോ. ആൻഡ് ട്രഡീഷണൽ ഡിസൈനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു സെറ്റാണ്. ആൻഡ് ബ്രൈഡൽ വെയേഴ്സിനും ആൻഡ് റെൻ്റൽ ജ്വൽസിനും ഒപ്പം തന്നെ ബ്രൈഡൽ ബാഗ്സും ഇവിടെ അവൈലബിൾ ആണ്. അതിലിത് ഒരെണ്ണമാണ് ഞാനിപ്പോൾ ഫസ്റ്റ് എടുത്ത് കാണിക്കുന്നത്. ഈ ഒരു വൈറ്റ് കളറിൽ ആൻഡ് ഈ ഒരു പേൾ ഡിസൈനോട് കൂടി വന്നിട്ട് അടിപൊളി ഒരു ബ്രൈഡൽ ബാഗ് അല്ലേ. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. റെഡ് കളർ വന്നിട്ടും പിന്നെ ഈ ഒരു ഗോൾഡൻ കളേഴ്സും അതിൻ്റെ സെയിം മോഡലിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് കേട്ടോ. ആൻഡ് ഇത് വേറൊരു ഡിസൈനിൽ വന്നിട്ടുള്ള ബ്രൈഡൽ ബാഗാണ് കേട്ടോ. നമ്മുടെ സ്റ്റോൺ ഡിസൈനും പ്ലസ് ഒരു പേൾ ഡിസൈനോട് കൂടി വന്നിട്ടുള്ള ഒരു ബ്രൈഡൽ ബാഗാണ്. ഇതിൻ്റെ തന്നെ വൈറ്റ് കളേഴ്സും അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്ലിറ്റർ വർക്കോട് കൂടിയിട്ടുള്ള ബ്രൈഡൽ ബാഗ്സ് ആണ് കേട്ടോ. അതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസും ആൻഡ് ഡിഫറെൻറ്റ് കളേഴ്സും ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഈ 3 ടൈപ്പ് ഓഫ് ബ്രൈഡൽ ബാഗ്സിലും ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിന് പുറമെ തന്നെ നമ്മുടെ ഹെഡ് ചെയിൻ ഇവിടെ ഉണ്ട്. ഇത് വരുന്നത് ഹെഡ് ചെയിൻ ആണ്. ഇതൊരു ട്രഡീഷണൽ ഡിസൈനിൽ വന്നിട്ടുള്ള ഹെഡ് ചെയിൻ ആണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം ഹെഡ് ചെയിൻ്റെ കളക്ഷൻസ് ആണ്. അതിന് പുറമെ തന്നെ നമ്മുടെ ഇയർ റിങ്സും ആൻഡ് ബോത്ത് ട്രഡീഷണൽ ആൻഡ് വെസ്റ്റേൺ ഡിസൈനിലുള്ള ഇയറിങ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്.
ഇത് കുന്തൻ സ്റ്റോൺ വർക്ക് വരുന്നതാണ്. ഇത് മാത്രമല്ല, ഹിപ്പ് ചെയിനും പിന്നെ ഹെഡ് ചെയിനും ആൻഡ് ക്രിസ്ത്യൻ വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള വെയിൽസും ഇവിടെ അവൈലബിൾ ആണ്. അതും ഡിഫറെൻറ്റ് ഡിസൈൻസിലുള്ളത്. ആൻഡ് ബ്രൈഡൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് ആകട്ടെ ആൻഡ് ബ്രൈഡൽ വെയേഴ്സ് ആകട്ടെ റെൻ്റൽ ജുവൽസ് ആകട്ടെ എല്ലാം അവൈലബിൾ ആണ്. അത് മാത്രമല്ല, നമുക്കിനി കുറച്ച് വെസ്റ്റേൺ ഐറ്റംസും കൂടി നോക്കിയാലോ. സോ കാഷ്വൽ വെയറിനും വെസ്റ്റേൺ വെയേഴ്സിനും പറ്റിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. നമ്മൾ ഓൾറെഡി ബ്രൈഡൽ ബാഗ്സ് കണ്ടിട്ടുണ്ട്. ഇത് വന്നിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെസ്റ്റേൺ ബാഗ്സും ആൻഡ് കാഷ്വൽ ബാഗ്സും ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ പിൻട്രസ്റ്റ് ഐഡിയാസിൽ വന്നിട്ടുള്ള ബാഗാണ്. സോ നമുക്ക് കാഷ്വൽ യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ബാഗ്സിൽ. ആൻഡ് ഹിജാബിന് വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ജെയ്സി ഹിജാബ്സും ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു മോഡലാണ് ഞാൻ ഈ കാണിക്കുന്നത്. നമുക്കിനി കുറച്ച് കാഷ്വൽ ആൻഡ് വെസ്റ്റേൺ ഡ്രസ്സസ് നോക്കിയാലോ. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 2-3 ഞാൻ എടുത്ത് കാണിക്കുന്നത്. അത് ഈ ഒരു ഷർട്ടും പിന്നെ ജീൻസിൻ്റെ ഈ ഒരു ലോങ് ഡ്രസ്സ് വന്നിട്ടും പിന്നെ ഈ ഒരു ഷർട്ട്സ് ആകട്ടെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള 2-3 മാത്രമേ ഞാൻ എടുത്ത് കാണിക്കുന്നുള്ളൂ. ആൻഡ് ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് വെയർ വന്നിട്ടും എനിക്ക് സൂപ്പർബായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് പുറമെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള വെസ്റ്റേൺ കളക്ഷൻസും ആൻഡ് കാഷ്വൽ വെയേഴ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഈ ഒരു ഓൾ ഇൻ ഓൾ ബുട്ടീക്ക് വന്നിട്ട് കണിയാപുരമാണ് പ്ലേസ് വന്നിട്ട്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ബൈ.